ഇത്തരത്തിൽ മതവും രാഷ്ട്രീയവുമാണ് ആ മണ്ണിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഒരു നാടിന്റെ സമാധാനത്തെ നശിപ്പിക്കുവാൻ ഒരു മതത്തിനെ കൊണ്ട് എത്ര അളവിൽ സാധിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ വിഷയം. ഗാസയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട്. ഒരുപാട് പേർ പട്ടിണി കിടന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ എടുത്തു വെച്ച് ഇവിടെ സംസാരിക്കുന്നവർ ആ വേദനയോ ആ ഒരു നിമിഷത്തെയോ അല്ല സംസാരിക്കുന്നത്. അവർ പറയുന്നതും ഇതിനുള്ളിലെ മതവും പൊളിറ്റിക്സുമാണ്. ലോകം മുഴുവൻ ഈ വിഷയത്തെ സമീപിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനൊരു എന്താ പറയുക, എൻഡ് ഉണ്ടാവണം. കാരണം ഇതെല്ലാം മാറി നിർത്തിയിട്ട് സമാധാനത്തോടു കൂടി അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നിടത്താണ് ലോകം സമാധാനത്തിലേക്ക് പോകുന്നത്. നമുക്ക് റീസെന്റ് അറിയാം, നമ്മുടെ സമാധാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തീവ്രവാദത്തെ ഊട്ടിയുറപ്പിക്കുന്ന പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള അവരുടേതായിട്ടുള്ള പ്രസ്താവനകളുണ്ട്. അവർ തീവ്രവാദികളെ അയച്ചുകൊണ്ട് നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന കാഴ്ചയുമുണ്ട്. അതേ രീതിയിൽ ഇവിടെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള മതപരമായിട്ടുള്ളതായാലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഈ പറയുന്ന പാലസ്തീനും ഇസ്രായേലും. ഈ പാലസ്തീനുള്ള ഹമാസ് ആയിട്ടുള്ള സംഘടനയുണ്ട്. ഹമാസ് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ വിങ് പോലെ, അതായത് കുറെ എന്താ പറയാ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഒത്തുകൂടി അവർ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് അവരുടേതായ രീതിയിൽ, അതായത് അങ്ങടേക്കൊരു റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഇസ്രായേലികളായിട്ടുള്ള സാധാരണ മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട്. പലരും ചർച്ച ചെയ്യുന്ന വേളകളിൽ അതൊന്നും ഒരിടത്തും പ്രതിപാദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയുമ്പോൾ എല്ലാ വശവും പറയണമെന്നുള്ളത് ഒരു ബേസിക് മാനേഴ്സ് ആണ്. ഇസ്രായേൽ എന്ന് പറയുന്ന മണ്ണിൽ ഈ പറയുന്ന ഹമാസിന്റെ ആളുകൾ അവിടെ നടത്തിയിട്ടുള്ള ക്രൂരതകൾ കാരണം അവിടെയും ഒരുപാട് ഇസ്രായേലിയൻ പൗരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ച് ഇസ്രായേൽ നടത്തുന്നത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ഫിനാൻഷ്യലി അതുപോലെ തന്നെ അവരുടെ ആയുധസേന അത്രയും എക്യുപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായാൽ പോലും വളരെ വലിയൊരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു തിരിച്ച് റിയാക്ഷൻ എന്ന് വെച്ചാൽ വളരെ ക്രൂരമായ രീതിയിലാണ് അവരുടെ റിയാക്ഷൻ നടത്തിയിട്ടുള്ളതും. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഈ പറയുന്ന പാലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, അതിൽ മരണപ്പെടുന്നത് സാധാരണക്കാരാണ്. ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് അവിടെ പട്ടിണി കിടന്നും അതുപോലെ തന്നെ നാളെ എന്ത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ബാല്യം നമ്മൾ എന്ത് ഹാപ്പിനെസ് കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്ന്. നിങ്ങളുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത വരുന്നില്ല. മതം എന്തെന്നോ രാഷ്ട്രീയം എന്തെന്നോ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്പേസ് എന്താണെന്ന് പോലും അറിയാതെ വളരെ നിഷ്കളങ്കമായി നമ്മൾ ജീവിച്ചു വന്നിരുന്ന ഒരു സമയം, പേടിയില്ലാതെ വീട്ടുകാരുടെ ഒരു കരുതലോടുകൂടി നമ്മളൊക്കെ വളർന്നു വന്ന ഒരു സമയം. ആ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ നാളെ എന്ത് എന്നുള്ള ഭയത്തോടു കൂടി, നാളെ ഭക്ഷിക്കാൻ ആഹാരം കിട്ടുമോ എന്നുള്ള ഭയത്തോടു കൂടി അവരെ ആക്രമിക്കാൻ വരുന്ന ആളുകളുടെ മതവും രാഷ്ട്രീയവും പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യത്തിൽ അവിടുത്തെ കുടുംബം എത്തിയ ഒരു അവസ്ഥയിൽ അവർ ഇന്ന് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, നിനക്ക് ഗാസയിൽ മാത്രമേ നിന്റെ കണ്ണു പോകുന്നുള്ളൂ എന്ന്. ഞാൻ വളരെ വ്യക്തമായിട്ട് അത്തരം ആളുകളോട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരും കുഞ്ഞുങ്ങളാണ്. ലോകത്തെവിടെ ഒരു അനീതി നടക്കുമ്പോഴും അല്ലെങ്കിൽ ലോകത്തെവിടെ പാവപ്പെട്ട മനുഷ്യർ എന്തിന്റെയും പേരിൽ, അതായത് രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ ഒക്കെ പേരിൽ ഈ ലോകത്ത് എവിടെയെല്ലാം പാവപ്പെട്ട മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെ ഒന്നും അവർ തെറ്റുകാരല്ല. അവർ ആ പറഞ്ഞ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ചെന്ന് പെട്ടുപോയവരാണ്. ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റ് എന്തിന്റെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അധികാരത്തിന്റെയും മതത്തിന്റെയും പൊളിറ്റിക്സിന്റെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യുദ്ധത്തിനകത്ത് അവിടെ ക്രൂശിക്കപ്പെടുന്നത് പാവപ്പെട്ട നിരാലംബരായ ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരായ മനുഷ്യരാണ്. അത് എവിടെ എടുത്താലും, പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമെന്നല്ല, ലോക രാജ്യങ്ങളിൽ എവിടെ ഒരു വിഷയം എടുത്താലും അവിടെ കഷ്ടപ്പെടുന്നതും യാതന അനുഭവിക്കുന്നതും ഇതിലൊന്നും നിൽക്കാത്ത സാധാരണക്കാരായ മനുഷ്യരായിരിക്കും. ഇസ്രായേലിൽ ഉണ്ടായ അപകടത്തിൽ, അതായത് ഇസ്രായേലിലേക്ക് പാലസ്തീന്റെ സപ്പോർട്ടുള്ള ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംഘടന നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ മരിച്ചിട്ടുള്ളതും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരാണ്. തിരിച്ചവർ ഇങ്ങോട്ടൊരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നല്ല ശക്തമായ രീതിയിൽ അവർ ഒരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ, ക്രൂരമായ രീതിയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും മേലെ അവിടെ ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ളത് കുട്ടികളുടെയാണ്. അപ്പോൾ അവർ എന്ത് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. ഫ്രണ്ടിൽ നിൽക്കുന്നത് ആര് എന്നൊന്നുമില്ല. അതായത് ഈ രാജ്യത്തുള്ള ഏതൊരു മനുഷ്യൻ മരണപ്പെട്ടാലും അവർക്ക് ഒരു തരത്തിലും പ്രശ്നമില്ല എന്ന രീതിയിലാണ് അവർ അവരുടെ ആക്രമണം അഴിച്ചുവിടുന്നത്.
എങ്ങനെയാണ് ഇതിനെ അനുകൂലിക്കാൻ, അതായത് ഈ പറയുന്ന ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആളുകളോടാണ് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നത്, ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുകൂലിക്കാൻ സാധിക്കുന്നത്? അവർക്ക് അവരുടെ റിയാക്ഷൻ നടത്താം. അത് നമ്മുടെ രാജ്യത്ത് പഹൽഗ്രാമിൽ വന്ന് പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി. നമ്മൾ സാധാരണക്കാരായ നമ്മുടെ സിവിലിയൻസായ പാവപ്പെട്ട ആളുകളെയാണ് ഈ പറയുന്ന തീവ്രവാദികൾ വന്ന് കൊന്നത്. തിരിച്ച് നമ്മൾ ചെയ്തത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിനകത്ത് അതുണ്ട്. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ അവിടുത്തെ പോയിട്ട് അവിടുത്തെ സിവിലിയൻസിനെ അല്ല ടാർഗറ്റ് ചെയ്തത്. നമ്മുടെ നേരെ വന്ന ആ പാകിസ്ഥാൻ വിത്തിട്ട് കൊടുത്തിട്ടുള്ള അവരുടെ തീവ്രവാദ ക്യാമ്പുകളെയാണ് ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു സിവിലിയനും ഒന്നും സംഭവിക്കരുത് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് അവരുടെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്ത്യ അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇസ്രയേൽ എന്താണ് ചെയ്യുന്നത്? പാലസ്തീനിലുള്ള സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ പോലും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ ലക്ഷ്യം. കാരണം അവർക്കറിയാം അവിടെ എന്താളുകളാണ്. അവിടെ ഈ പറയുന്ന ചില ബോർഡറുകളിൽ അവർ ഈ പറയുന്ന ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ഓടിക്കൂടുകവർ. ഭക്ഷണമൊക്കെ മുകളിൽ നിന്നും പുതിയതായിട്ട് ഇട്ടു കൊടുക്കുമ്പോൾ ആ ഭക്ഷണം തിന്നാൻ വേണ്ടി ഓടിക്കൂടുന്ന ജനത്തിന്റെ മുന്നിലേക്ക് മിസൈലുകളും ബോംബുകളും വർഷിക്കുന്നു. അവരെ മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിവിടുന്നു. അവർ ആഹാരത്തിന് ഓടി വന്നതാണ്. വിശപ്പ്, കുറെ നാള് പട്ടിണി കിടന്നിട്ട് വിശന്നിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ബോംബ് വർഷിച്ച് അവരെ കൊല്ലുന്നതാണോ നിങ്ങൾ അനുകൂലിക്കുന്നത്? അനുകൂലികളോടാണ്, ഈ ഇസ്രയേൽ അനുകൂലികളായിട്ടുള്ള ആളുകളോട് ഞാൻ ഒരു മതവും രാഷ്ട്രീയവും കലർത്താതെ വളരെ സത്യസന്ധമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഞാനിത് ചോദിക്കുന്നത്. ഇത്തരം അനുകൂലികളായിട്ടുള്ള ആളുകൾ ഇതിനെല്ലാം ഉത്തരം പറയണം. മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കാം. നിങ്ങൾ പറയുന്ന ശബ്ദം ഇടറുന്നുണ്ടെങ്കിൽ ഒരു വിഷമത്തിന്റെ ആയിരിക്കാം. കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്ക് ആഹാരം കിട്ടാതെയാണ് അവർ വരുന്നത് എങ്കിൽ ആ അവസ്ഥയിൽ അവർ മരണപ്പെടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളിലേക്ക് ചിന്തിക്കുക. നമ്മുടെ സ്പേസിലേക്ക് ചിന്തിക്കുക. നമ്മൾ വളരുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഇടത്താണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ദിവസം ഇരുന്നിട്ട് അവന്റെ മുന്നിൽ ഒരു ഭക്ഷണം കൊണ്ടുവച്ചിട്ട് അവൻ ഓടിച്ചെന്നത് എടുക്കുമ്പോൾ അവൻ മരണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു നിമിഷത്തിന്റെ വിറയ്ക്കുന്ന ആ ഒരു അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം പറയുമ്പോൾ വളരെ ഇമോഷണൽ ആയി പോകുന്ന ഒരു വിഷയമാണ്. കാരണം പേടിയുണ്ട്, വേദനയുണ്ട്, കാണുന്ന കാഴ്ചകൾ ഒരുമാതിരിപ്പെട്ട വീഡിയോസോ വിഷ്വൽസോ ഒന്നും ഞാൻ പൊതുവെ ഈ കാണാൻ ശ്രമിക്കാറില്ല. കാരണം അത് നമ്മൾ ഒരുപാട് വൈകാരികമായിട്ട് തളർത്തുന്ന, ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അതിനകത്ത് ഉണ്ടാവുക, ആ കണ്ടന്റിന്റെ അകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് പൊതുവെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ വേദന കാണാൻ പറ്റാത്ത കൊണ്ട് തന്നെയാണ്. എന്തായാലും ഞാൻ സെലക്റ്റീവ് ആയതല്ല, ഒന്നും കൂടി ഞാൻ പറയാണ്, ഞാൻ ഗാസയിലെ കണ്ണുനീരിൽ സെലക്റ്റീവ് ആയതല്ല. നമ്മുടെ ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഗാസയിലെ പ്രശ്നം ക്രൂരമാണ്, വളരെയേറെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.